എല്ലാ ഷൂട്ടിംഗ് സൈറ്റുകളിലും നിരോധിത ലഹരി ഉപയോഗം തടയാൻ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്ന് ഫെഫ്ക. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം എക്സൈസിന് കൈമാറാനാണ് തീരുമാനം. സിനിമാ സെറ്റുകളിൽ നിരോധിത ലഹരി ഉപയോഗം അനുവദിക്കാനാകില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന ഫെഫ്കയുടെ കൺവെൻഷനിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കൊച്ചിയിൽ നിന്ന് സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും നിരോധിത ലഹരി ഉപയോഗം തടയാനുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നാണ് ഫെഫ്ക അറിയിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ? തന്നെ ഈ ജാഗ്രതാ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം എക്സൈസുമായി ഫെഫ്ക കൈമാറുകയും ചെയ്തു. ഇന്ന് കൊച്ചിയിൽ ചേർന്ന ഫെഫ്കയുടെ കൺവെൻഷനിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും 7 പേരടങ്ങിയ ജാഗ്രതാ സമിതിയാണ് പ്രവർത്തിക്കുക. ഈ ജാഗ്രതാ സമിതി വിവിധ പ്രധാനപ്പെട്ട സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ഓരോരുത്തരെ വീതം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 7 അംഗ സമിതിയാവും ഉണ്ടാകുക. ഈ ജാഗ്രതാ സമിതി ഏതെങ്കിലും തരത്തിൽ നിരോധിത ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഈ വിവരം യോദ്ധാവ് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കും അതോടൊപ്പം തന്നെ എക്സൈസിനും വിവരം കൈമാറുകയും ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയെയും ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രവർത്തന രീതി. ഇതിന്റെ പ്രവർത്തനം ഇന്നു മുതലുള്ള എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും ഇത്തരത്തിൽ പ്രവർത്തനം ഉണ്ടാകും എന്നതാണ് അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഫെഫ്കയുടെ തീരുമാനത്തെ എക്സൈസും സ്വാഗതം ചെയ്തു. എക്സൈസ് കമ്മീഷണറാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹമാണ് ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.